രാജകുമാരി പഞ്ചായത്തിൽ ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളിലും UDF വിജയിച്ചത് മുന്നണിയിലെ പടലപ്പിണക്കങ്ങളും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ വേണ്ടവിധം ചർച്ച ആകാത്തതിനാലുമാണെന്ന് രാജകുമാരിയിലെ മുൻ CPI നേതാവ് KV കുര്യാച്ചൻ. പഞ്ചായത്തിലെ പല ജനകീയ നേതാക്കളെയും തെരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാഞ്ഞത് പരാജയ കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം മാത്രമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. വൈസ് പ്രസിഡന്റ് UDF അംഗമാണ്. CPM ഭരിച്ചിരുന്ന രാജകുമാരി പഞ്ചായത്തിൽ 7 സീറ്റാണ് ഇടതുമുന്നണിക്ക്. 7 സീറ്റിൽ UDFും വിജയിച്ചു. CPMന്റെ ശക്തി കേന്ദ്രമായ നടുമറ്റത്ത് ഇത്തവണ CPMന് അടിപതറി. അമിത വിജയപ്രതീക്ഷയും മുന്നണിയിലെ പടലപ്പിണക്കങ്ങളും കാരണം പാർട്ടി പരാജയത്തിന്റെ കൈപ്പറഞ്ഞു. വളരെ ധിക്കാരപരമായ നിലപാടുമാണ് CPIയോട് സ്വീകരിച്ചത്. ആ സമീപനം ഈ തെരഞ്ഞെടുപ്പിന് വലിയ തരത്തിൽ ദോഷം ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും CPIക്ക് സ്വാധീനമുള്ള മേഖലകൾ അവർ പരസ്യമായി UDFിനെ സഹായിക്കുന്ന തരത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പോയത്. തോട്ടം മേഖലയിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും കാർഷിക മേഖല പൂർണ്ണമായും CPMനെ തഴഞ്ഞു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മഞ്ഞക്കുഴി 7ാം വാർഡ് പിടിച്ചെടുത്തുവെങ്കിലും പാർട്ടി ശക്തി കേന്ദ്രമായ 13ാം വാർഡും പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട 14ാം വാർഡിലും UDF വിജയിച്ചതോടെ കാർഷിക മേഖലയിൽ പൂർണ്ണമായും UDF വിജയിച്ചു. പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള പല വാർഡുകളിലും ഇത്തവണ പാർട്ടി വോട്ടുകൾ പോലും ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല. രാജകുമാരിയിലെ ജനകീയ മുഖങ്ങളായ പല നേതാക്കളെയും മറ്റ് ലോക്കൽ കമ്മിറ്റിയിൽ ചാർജ് നൽകിയതും രാജകുമാരി നോർത്ത് ലോക്കൽ കമ്മിറ്റി കീഴിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മുൻ ഏരിയ കമ്മിറ്റി അംഗം തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാത്തതും കാർഷിക മേഖലയിൽ CPM നേരിട്ട തോൽവിക്ക് കാരണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പഴയകാല നേതാക്കന്മാരാണ് ഇവർ. അവരെയൊക്കെ വ്യത്യസ്തമായ മേഖലകളിലേക്കും പഞ്ചായത്തുകളിലേക്കും മാറ്റി നിങ്ങൾ അവിടെ പ്രവർത്തിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിച്ചു. അത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഈ പഞ്ചായത്തിന്റെ വാർഡുകൾ ഉൾപ്പെടുന്ന നേതാക്കന്മാരാണ്. രാജകുമാരിയിൽ താഴെ തട്ടിലുള്ള CPM അണികൾ ഈ വാദം അംഗീകരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പാർട്ടി ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തോൽവി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങൾക്കിടയിലും പാർട്ടി അംഗങ്ങൾക്കിടയിലും പ്രവർത്തനം സജീവമാക്കാനാണ് പാർട്ടി തീരുമാനം. KM രഞ്ജിത്ത്, ഇടുക്കി വിഷൻ, രാജകുമാരി.